വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ ഇപ്പോൾ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോയമ്പ് കാലത്തിലാണ്. പാതി നോയമ്പ് കഴിഞ്ഞു സത്യത്തിൽ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ. പരിശുദ്ധ പിതാവ് നോയമ്പ് കാലത്തിന് ലോകത്തിന് മുഴുവൻ നൽകിയിട്ടുള്ള, എല്ലാ വിശ്വാസികൾക്കും നൽകിയിട്ടുള്ള സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നോയമ്പ് പകുതി കഴിഞ്ഞെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കേണ്ട ഒരു മാറ്റം, പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത് നമ്മൾ സ്വന്തമാക്കേണ്ട ഏതാനും മൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. നമുക്കത് കേൾക്കാം. ഈ സന്ദേശത്തിലെ മാർപ്പാപ്പ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ശ്രവണത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സന്ദേശങ്ങളാണ്. അതിനുള്ള സമയമാണ് എന്ന് വ്യക്തമായി പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് തുടങ്ങുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. സഭ മാതൃസഹജമായ ഒരു താല്പര്യത്തോടെയാണ് ദൈവത്തിൻ്റെ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ കേന്ദ്ര ബിന്ദുവാക്കി തീർക്കാൻ ക്ഷണിക്കുന്നത്. അതാണ് നോയമ്പ് കാലത്ത് ചെയ്യുന്നത് സഭ. നോയമ്പ് കാലത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ടും പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നത് പരമ്പരാഗതമായി, അല്ലെ നമുക്ക് എന്നും അറിയാവുന്ന കാര്യം തന്നെയാണ്, വിശ്വാസത്തിൻ്റെ വലിയ ഒരു നവീകരണം നടക്കേണ്ടത് നോയമ്പ് കാലത്താണ്. നമ്മുടെ ഹൃദയങ്ങൾ അനുദിന ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളാലും പലതരത്തിലുള്ള കാര്യങ്ങളാൽ ശ്രദ്ധ തിരിക്കപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെ ആകാതിരിക്കാൻ സഹായിക്കുന്ന സമയമാണ് നോയമ്പ് കാലം. അതാണ് നോയമ്പിലൂടെ നമ്മൾ ആർജിക്കേണ്ട, സ്വന്തമാക്കേണ്ട കാര്യങ്ങൾ. മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, മാനസാന്തരത്തിൻ്റെ ഓരോ വഴിയും, അതൊരു മാനസാന്തരത്തിൻ്റെ സമയമാണ് നോയമ്പ് കാലം. ഓരോ വഴിയും ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾ ദൈവവചനത്താൽ സ്പർശിക്കപ്പെടാൻ അനുവദിക്കുമ്പോഴാണ്. മാത്രം പോരാ, ആ വചനത്തെ വളരെ അനുഭാവത്തോടെ സ്വാഗതം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ മാനസാന്തരം ആരംഭിക്കുന്നത്. വചനം കേൾക്കാൻ അനുവദിക്കുക, അതിനാൽ സ്പർശിക്കപ്പെടാൻ അനുവദിക്കുക, അവനെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ സർവപ്രധാനമാണ്. നോയമ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും മാനസാന്തരം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വചനം കേൾക്കുമ്പോഴാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. വചനം, അത് കേൾക്കൽ, അതിൻ്റെ സ്വീകരണം, അത് ജീവിതത്തിൽ പരിവർത്തിതമാക്കുന്നത്, ഇത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. 3 ഒന്നിച്ചേ പോകുകയുള്ളൂ. വചന ശ്രവണവും വചന സ്വീകരണവും വചനത്താൽ മാറാൻ, പരിവർത്തിതരാകാൻ നാം സമ്മതിക്കുകയും ചെയ്യുന്നത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതിനാൽ ഈ നോയമ്പ് കാല തീർത്ഥാടനം 40-50 ദിവസങ്ങൾ നമ്മളൊരു വലിയ തീർത്ഥാടനത്തിലാണ് ആത്മീയമായി ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി സമയം മാറ്റിവയ്ക്കണം. അതോടൊപ്പം തന്നെ അവിടുത്തെ അനുഗമിക്കണം. ക്രിസ്താനുകരണമാണ് ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ വലിയ വിളി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനുള്ള വലിയ സമയം കൂടിയാണ്. അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, പ്രതിജ്ഞാബദ്ധത നടത്തുന്ന സമയം കൂടിയാണ് ഈ നോയമ്പ് കാലം. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഇതൊരു സ്വീകാര്യമായ സമയമാണ്, രക്ഷയുടെ സമയമാണ് എന്ന് വേണമെങ്കിൽ നമുക്കതേപ്പറ്റി പറയാം. പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന വചനമാണത്. നമ്മുടെ യാത്ര, നോയമ്പുകാല യാത്ര സത്യത്തിൽ ജെറൂസലേമിലേക്കുള്ള വഴിയിൽ ഈശോയെ അനുഗമനം ചെയ്യുക എന്നതാണ്. ജെറൂസലേമിൻ വഴിയുടെ ആ മൂർധന്യ അവസ്ഥ നമ്മൾ കാണുന്നത്
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യം നമ്മൾ ജീവിക്കാൻ തയ്യാറാകുന്നതിലാണ്. അവിടെയാണ് ജെറുസലേം യാത്ര ചെന്ന് നിൽക്കുന്നത്. സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, അവിടെ സുവിശേഷകന്മാർ അവതരിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ ജീവിതം യാത്ര ജെറുസലേമിലേക്കുള്ളൊരു യാത്രയായിട്ടാണ്. ജെറുസലേമിലാണ് അവിടുന്ന് മരിക്കുന്നത്, പീഡകൾ സഹിക്കുന്നത്, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിലുള്ള പങ്കാളിത്തമാണ് ക്രൈസ്തവ ജീവിതം. മാമോദീസായിൽ ആരംഭിക്കുന്ന ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നത് ഈ രഹസ്യം നമ്മളിൽ സ്വന്തമായി തീർത്തുകൊണ്ടാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. ആമുഖമായി പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകളാണ്. ഈ സന്ദേശത്തിൽ ശ്രവണത്തെക്കുറിച്ചാണ് ആദ്യമായി പരിശുദ്ധ പിതാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രവണം, കേൾവി, കേൾക്കാനുള്ള സന്നദ്ധത. ഇവിടെ നമുക്കറിയാം, വചനം കേൾക്കാനുള്ള സന്നദ്ധതയെ പറ്റിയാണ് അത് പറയുന്നത്. നമുക്ക് അറിയാമല്ലോ, നമുക്ക് ആരോടെങ്കിലും ഒരു ബന്ധം, സ്നേഹം ഉണ്ടാകണമെങ്കിൽ, അതിൽ വളരണമെങ്കിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ് ആ ആളെ കേൾക്കുക എന്നത്. കേൾവിയിലാണ്, അവരുമായുള്ള സംഭാഷണം അവരെ കേൾക്കുന്നതിലാണ് നമുക്ക് അവരോട് അടുപ്പവും സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിലും പ്രധാനം. നമുക്ക് അവിടുത്തെ ശ്രവിക്കാൻ കഴിയണം. ഇത് ഊന്നി പറയുകയാണ് പരിശുദ്ധ പിതാവ് ഈ നോയമ്പ് കാലത്ത് നമ്മളിൽ നടക്കേണ്ട കാര്യമായി. ദൈവം തന്നെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രം, അല്ലെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവ പ്രത്യേകതയായി അവതരിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് ശ്രവിക്കുന്നവനാണ് എന്നാണ്. നമുക്കിതറിയാം. എരിഞ്ഞടങ്ങാത്ത മുൾപടർപ്പിൽ അവിടെ നിന്ന് മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ് ദൈവം. തൻ്റെ പേര് പറയുന്നുണ്ട്. ഞാനാകുന്നു എന്ന് പറയുന്ന അവിടുന്ന് തന്നെ വെളിപ്പെടുത്താനും തന്നെ നിർവചിക്കാനും കഴിയുന്ന ഒരു കാര്യമായി പറയുന്നത് ശ്രവണമാണ് എന്നത് നമ്മൾ ഓർക്കണം. കർത്താവ് അത് പറയുന്നുണ്ട്. ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ദുരിതം ഞാൻ കാണുക തന്നെ ചെയ്തിരിക്കുന്നു. ദൈവം പറയുകയാണ്, അടിമകളുടെ ദുരിതം കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടിരിക്കുന്നു. പുറപ്പാട് 3-ാം അധ്യായം 7-ാം തിരുവചനമാണിത്. അവരുടെ രോദനം കേട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കേൾക്കുന്നവനാണ് ദൈവം, ശ്രവിക്കുന്നവനാണ് ദൈവം. അടിച്ചമർത്തപ്പെട്ടവരുടെ രോദനം കേൾക്കുന്നതാണ് വിമോചനത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ, ആ കഥയുടെ ആരംഭമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദൈവം അത് കേട്ടതുകൊണ്ടാണ് അവരെ സ്വതന്ത്രരാക്കാൻ, മോചിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. അങ്ങനെയാണ് കർത്താവ് മോശയെ വിളിക്കുകയും അടിമത്തത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട തൻ്റെ മക്കൾക്ക് രക്ഷയുടെ വഴി തുറന്നു കൊടുക്കാൻ മോശയെ അയക്കുകയും ചെയ്യുന്നത്. രോദനം കേട്ടതുകൊണ്ടാണ്. കേൾക്കുന്നവനാണ് ദൈവം. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് ദൈവം. നമ്മളെ കേൾക്കുന്ന ആ അവസ്ഥ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദൈവം നമ്മെയും കൂടെ നിർത്താൻ താല്പര്യപ്പെടുന്നവനാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്നും തൻ്റെ ഹൃദയത്തിലുള്ളത് അവിടുന്ന് നമ്മോടെ പങ്കുവയ്ക്കുന്നു. ദൈവം പങ്കുവയ്ക്കുന്നു. ശിഷ്യന്മാരോടെല്ലാം സ്നേഹിതരെന്ന പോലെ പറഞ്ഞു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് തന്നെ. ഇക്കാരണത്താൽ നമ്മളെ കേൾക്കുന്നത്, ഏറ്റവും പ്രധാനമായി കേൾക്കുന്നത് ആരാധനാക്രമത്തിലാണ്. അതുവഴിയാണ് സത്യം, കാര്യങ്ങളുടെ എല്ലാം യഥാർത്ഥമായ സത്യം നാം കണ്ടെത്തുന്നത് എന്നത് നമ്മൾ ഓർക്കണം. അതുവഴി നമ്മളത് പഠിക്കുകയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും സമൂഹത്തിലുമുള്ള നിരവധി സ്വരങ്ങളുടെ മധ്യേ എന്തുമാത്രം ഒച്ചപ്പാടുകളാണ് ലോകത്തുള്ളത്. അതിന് മധ്യേ വേദന നിറഞ്ഞവരും സഹിക്കുന്നവരുമായുള്ളവരുടെ രോദനം തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മളെ സഹായിക്കുന്നത്. അനേകം സ്വരങ്ങൾ ഈ ലോകത്തുണ്ട്, ഒച്ചകൾ, ബഹളങ്ങൾ. ഇന്നത്തെ ലോകത്തെപ്പറ്റി പറയുന്നത് ബഹളങ്ങളുടെ ഒരു ലോകമെന്നാണ്. ആ ലോകത്തിൽ നമ്മൾ ശ്രവിക്കേണ്ട കാര്യം, ദൈവം
ദരിദ്രരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ, വേദനിക്കുന്നവരുടെ രോദനം കേട്ടതുപോലെ നാമും കേൾക്കണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. എന്താണത്? വേദന നിറഞ്ഞവരും സഹിക്കുന്നവരുമായ ആളുകളുടെ രോദനം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനോട് പ്രതികരിക്കാനും നമുക്ക് കഴിയണം. ആദ്യമായി പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സന്ദേശമാണിത്. ശ്രവിക്കാനുള്ള ആന്തരിക തുറവി, ഒരു തുറവി നമുക്ക് വേണം. പരിപോഷിപ്പിക്കാനായി എപ്രകാരമാണ് ശ്രവിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കാൻ നാം ദൈവത്തെ അനുവദിക്കണം. പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുകയാണ്. അവിടുന്ന് തന്നെ ശ്രവിക്കുന്നത് പോലെ, നമ്മൾ പണ്ടല്ലോ അവിടുന്ന് ശ്രവിക്കുന്നവനാണ്, അടിമകളുടെ സ്വരം, രോദനം, കരച്ചിൽ കേൾക്കുന്നവനാണ്. അതുപോലെയാണ് മാനവ ചരിത്രത്തിൽ ദരിദ്രരുടെ അവസ്ഥ ഒരു വിലാപമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ദരിദ്രരുടെ അവസ്ഥ ഒരു വിലാപമാണ്, വേദനിക്കുന്നവരുടേതൊരു വിലാപമാണ്. അത് നിരന്തരം നമ്മുടെ ജീവിതങ്ങളെയും സമൂഹങ്ങളെയും രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെയും അങ്ങേയറ്റം സഭയെയും വെല്ലുവിളിക്കുന്നുണ്ട് എന്ന വാക്കോടെയാണ് ഈ ശ്രവണത്തെ പറ്റിയുള്ള ചിന്ത മാർപ്പാപ്പ അവസാനിപ്പിക്കുന്നത്. അടുത്ത കാലത്ത് മാർപ്പാപ്പമാർ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോൾ നമുക്കറിയാം ലയോ മാർപ്പാപ്പ, ഏറ്റവും കൂടുതലായി ഊന്നൽ കൊടുക്കുന്നത്, ബൈബിളും അതാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്, ദരിദ്രരോടും വിഷമിക്കുന്നവരോടും നമുക്ക് പ്രത്യേകമായ ശ്രദ്ധ വേണം, താല്പര്യം വേണം, അവരെ കേൾക്കണം. അത് ദൈവവചനം കേൾക്കുന്നതിന് തുല്യമാണ്. ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണത്. ഈശോയും അത് തന്നെയാണ് ചെയ്തത്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്നു. ആ അർത്ഥത്തിൽ വരുമ്പോൾ നമ്മളൊക്കെ ദരിദ്രരാണ്, പാപികളാണ്, ബലഹീനരാണ്, രോഗികളാണ്, ആകുലരാണ്, അവഗണിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആളുകളുടെ രോദനം കേൾക്കാൻ പഠിക്കേണ്ട മഹത്തായ സമയമാണ് നോയമ്പ് കാലമെന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ് ഈ സന്ദേശത്തിൽ നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ നമുക്ക് നൽകുന്നത് ഉപവാസത്തെക്കുറിച്ചാണ്. ഉപവാസം നോയമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, നോയമ്പ് കാലം ശ്രവണത്തിൻ്റെ സമയമാണെങ്കിൽ ദൈവവചനം സ്വീകരിക്കാനായി നമ്മെ ഒരുക്കുന്ന മാർഗമാണ് ഉപവാസം എന്ന് പറയുന്നത്. ഭക്ഷണം ഉപേക്ഷിക്കുക എന്നത് പുരാതനമായ ഒരു താപസിക പ്രവൃത്തിയാണ്, ശൈലിയാണ്. മാനസാന്തരത്തിൻ്റെ പാതയിൽ അവശ്യം വേണ്ട, നെസസറിലി ആയിട്ട് വേണ്ട ഒരു കാര്യമാണിത്. ഉപവാസം ശരീരത്തെ സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചുള്ളതാണ്. അതിനാൽ എന്തിനു വേണ്ടിയാണ് നമുക്ക് വിശപ്പും ദാഹവും ഉള്ളതെന്നും എന്താണ് നമ്മുടെ ജീവൻ നിലനിന്ന് പോകാൻ നമുക്ക് ആവശ്യമുള്ളതായി തോന്നുന്നത് എന്നതും മനസ്സിലാക്കാൻ ഉപവാസം നമ്മളെ സഹായിക്കും. അതാണ് ഉപവാസം കൊണ്ട് നേടേണ്ട കാര്യം. നമ്മൾ ഉപവസിക്കുമ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം, നമ്മുടെ യഥാർത്ഥ വിശപ്പ്, ദാഹം എന്താണ്, നമ്മളിൽ ഉള്ളത് എന്താണ് എന്ന് കണ്ടെത്താൻ അത് സഹായിക്കും. നമ്മുടെ ജീവൻ നിലനിന്ന് പോകാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ് എന്നും അത് നമ്മളെ ബോധ്യപ്പെടുത്തും എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. മാത്രമല്ല, നമ്മുടെ അപ്പറ്റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണേച്ഛകൾ തിരിച്ചറിയാനും അവ ക്രമപ്പെടുത്താനും നമ്മെ സഹായിക്കും. ഒത്തിരി ഭക്ഷിക്കുന്നവരാണ് ഇന്നത്തെ ലോകം. ദാരിദ്ര്യം മാറി വിശപ്പ്, നമുക്കറിയാം, എല്ലാവർക്കും ഭക്ഷിക്കാനുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതേസമയം ലോകത്തിൻ്റെ നല്ലൊരു ഭാഗം ആളുകൾ ലോകത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വിഷമിക്കുന്നവരുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഒരു വശത്ത് ധാരാളം തിന്നുന്നവർ, ആവശ്യത്തിലധികം അമിതമായ ഭക്ഷണം കഴിക്കുന്നവർ, മറുസ്ഥലത്ത് ഒന്നുമില്ലാത്തവർ. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ് ലോകത്തിൻ്റേത്. അപ്പം അധികം കഴിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്.
വിശപ്പ് അന്വേഷിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത്. വിശപ്പില്ലാതെ കഴിക്കുകയാണ്, 4 നേരം വെറുതെ അങ്ങ് കഴിച്ചു പോകുന്നതേ ഉള്ളൂ. യഥാർത്ഥ വിശപ്പ് അനുഭവിക്കുന്നില്ല. വിശപ്പോടുകൂടി കഴിക്കാൻ കഴിയുക ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. വെറും ഒരു ആത്മീയമായ തലത്തിൽ മാത്രമല്ല, ശാരീരികമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാലും അത് ആവശ്യമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെയുള്ള ഒരു ദാഹവും വിശപ്പും ഉണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നത് നീതിക്കായുള്ള നമ്മുടെ വിശപ്പും ദാഹവുമാണ്. നീതിക്കായി അത് നിരന്തരം നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. ഉപവാസം, ആ തരത്തിലുള്ള ഉപവാസം, നീതിക്ക് വേണ്ടിയുള്ള ദാഹവും വിശപ്പും നമ്മെ അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്ന്, നമുക്കറിയാം കോംപ്ലസൻസി എന്ന് പറയും, അമിതമായ ഒരു ആത്മവിശ്വാസം, ഇതൊക്കെ മതി ഇങ്ങനെയൊക്കെ എന്നുള്ള ഒരു സംതൃപ്തി അടയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് ഇടയാക്കും. നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്, ഇനിയും ആർജിക്കാനുണ്ട്, ഇനിയും വളരാനുണ്ട് എന്ന ബോധ്യം നൽകുന്നതിന് അത് ഇടയാക്കുമെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കാനും ഉപവാസം ആവശ്യമാണ്. നന്നായി പ്രാർത്ഥിക്കാൻ, നമ്മുടെ അയൽക്കാരനോട് ഉത്തരവാദിത്വപൂർവം പെരുമാറാനും ഉപവാസം ആവശ്യമാണ്. സ്നേഹത്തോടെ, കരുണയോടെ, നീതിയോടെ പെരുമാറാൻ. നമുക്കറിയാമല്ലോ, ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട വലിയൊരു ജീവിതശൈലിയാണ് നീതിക്കായുള്ള ദാഹവും വിശപ്പും. നീതിക്കായി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവരെയാണ് സംതൃപ്തരാക്കപ്പെടുന്നത് എന്ന് കർത്താവ് മലയിലെ പ്രസംഗത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളിൽ ഒന്നായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുമുണ്ടല്ലോ. തൻ്റെ ആത്മീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ആഗസ്തീനോസ് ഈ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ നിമിഷവും ഭാവിയിലെ സാക്ഷാത്കാരവും തമ്മിലുള്ള സംഘർഷം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അഗസ്റ്റീനിയൻ സമൂഹത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ പരിശുദ്ധ പിതാവ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗമോ ഒരു സന്ദേശമോ മാർപ്പാപ്പ അഗസ്റ്റിനെ ഉദ്ധരിക്കാതെ, അഗസ്റ്റിൻ്റെ ആശയം പറയാതെ മുന്നോട്ട് പോകാറില്ല. ഇവിടെയും അഗസ്റ്റിനെ ഉദ്ധരിക്കുകയാണ്. അഗസ്റ്റിൻ വലിയ ജീനിയസാണ്, നമുക്കറിയാം. സഭയിൽ ജീവിച്ചിരുന്ന മഹാജീനിയസുകളിൽ ഒരാളാണ് അഗസ്റ്റിൻ. അഗസ്റ്റിൻ സ്പർശിക്കാത്ത ഒരു വിഷയവുമില്ല. ഏതൊരു വിഷയം എടുത്താലും നമുക്കറിയാം അതിനെ ക്രിസ്തീയമായൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളാണ്. ഇവിടെ അഗസ്റ്റിനെ ഉദ്ധരിക്കുകയാണ് പരിശുദ്ധ പിതാവ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സൂക്ഷിപ്പിൻ്റെ ഭാഗമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ് ഈ ഒരു സംഘർഷം. ഈ സംഘർഷം ഏതാണ്? ഇപ്പോഴത്തെ നിമിഷവും ഭാവിയിലെ നമ്മുടെ സാക്ഷാത്കാരവും തമ്മിലുള്ള ഒരു സംഘർഷമുണ്ട്. അതാണ് അഗസ്റ്റിൻ നമ്മോട് പറയുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുക എന്നത്. നമ്മൾ പറഞ്ഞ കാര്യം മാർപ്പാപ്പ അഗസ്റ്റിനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് സമീപിക്കപ്പെടുന്നത്, അതൊരു സംതൃപ്തമാകുന്നത് എപ്പോഴാണ്? അടുത്ത ലോകത്തിലാണ്. മാലാഖമാർ അപ്പം കൊണ്ട്, ഈ ഭക്ഷണം കൊണ്ട്, അതായത് നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും കൊണ്ട് സംതൃപ്തരാക്കപ്പെടുന്നു. മറുവശത്ത് മനുഷ്യരാശിയാകട്ടെ, നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അതിനായി വിശപ്പ് അനുഭവിക്കുകയാണ്. ആ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ വിശപ്പ് അനുഭവിക്കുകയാണ്. നാം എല്ലാവരും ആഗ്രഹത്താൽ അതിലേക്ക് നയിക്കപ്പെടുന്നു. നമുക്കെല്ലാം സംതൃപ്തമാകുന്ന ഒരു ലോകത്തെ നമ്മൾ നോക്കിയിരിക്കുക. അതാണ് സ്വർഗം, അതാണ് ദൈവത്തോടൊത്തുള്ള ജീവിതം. ആഗ്രഹത്താലുള്ള എത്തി നിൽക്കൽ നമ്മുടെ ആത്മാവിനെ വിസ്തൃതമാക്കുന്നു, വിശാലമാക്കുന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ ഉള്ള കഴിവ്, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള, വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വർത്തമാനമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ മനസ്സിലാക്കപ്പെടുമ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, അതിൻ്റെ കമൻ്ററി ആയിട്ട് പറയുകയാണ് സെൻ്റ് അഗസ്റ്റിൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ, ഉപവാസം നമ്മുടെ ആഗ്രഹത്തെ ശുദ്ധി വരുത്തി
അവനെ കൂടുതൽ സ്വതന്ത്രമാക്കി നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. മാത്രമല്ല, അതിനെ വിപുലമാക്കാനും അങ്ങനെ ദൈവത്തിലേക്ക് തിരിയാനും നന്മ ചെയ്യാനും നമ്മെ പ്രാപ്തരാക്കുന്നു. അതാണ് ഈ നമ്മുടെ ദാഹം അത് പൂർണ്ണമാകുന്നത് എവിടെയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നത്. എന്നാൽ മാർപ്പാപ്പ തുടരുകയാണ്, സുവിശേഷാത്മക ചൈതന്യമനുസരിച്ച് ഉപവാസം അനുഷ്ഠിക്കാനും അത് അഹംഭാവം എന്ന പ്രലോഭനത്തിലേക്ക് നയിക്കാതിരിക്കാനും നമ്മൾ ഓർക്കണം. ഉപവാസം അനുഷ്ഠിക്കുന്നത് ഒരു അഹംഭാവം കാണിക്കാനല്ല. യഹൂദന്മാരുടെ പ്രീശന്മാരുടെയൊക്കെ ഒരു പ്രശ്നം അതായിരുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപവസിക്കുന്നു. ഉപവാസം എപ്പോഴും കാണിക്കാനുള്ളതല്ല എന്ന കാര്യം ഓർക്കണം. അഹങ്കരിക്കാനുള്ളതല്ല, അഹം കാണിക്കാനുള്ള ഭാവമല്ല അത് നടക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഉപവാസം വിശ്വാസത്തിലും വിനയത്തിലും നടത്തണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഈശോയും അത് തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ വിജാതീയരെ പോലെ അത് നിങ്ങൾ മുഖത്തെല്ലാം ചാരമെല്ലാം പൂശി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. ഹൃദയത്തിൽ നിന്ന് വരുന്നതാകണം. അതുകൊണ്ടാണ് ഇവിടെയും പരിശുദ്ധ പിതാവ് നമ്മോട് പറയാണ്, വിശ്വാസത്തിലും വിനയത്തിലുമാണ് ഉപവാസം നാം അനുഷ്ഠിക്കേണ്ടത്. കർത്താവുമായുള്ള കൂട്ടായ്മയിലായിരിക്കണം അത് ചെയ്യാൻ. അതിനെ അടിസ്ഥാനപ്പെടുത്തേണ്ടത് അവിടെയാണ്, ഈശോയുമായുള്ള കൂട്ടായ്മയിൽ. എന്തെന്നാൽ മാർപ്പാപ്പ തന്നെ പറയുന്നു, ദൈവവചനത്താൽ സ്വയം പരിപോഷിതരാകാൻ സാധിക്കാത്തവർക്ക് ശരിയായ രീതിയിൽ ഉപവസിക്കാൻ ആവില്ല. വീണ്ടും വചനത്തെയാണ് എടുത്തുദ്ധരിക്കുന്നത്, ദൈവവചനത്താൽ സ്വയം പരിപോഷിതരാകാൻ. അതുകൊണ്ടാണ് ആദ്യം മാർപ്പാപ്പ പറഞ്ഞത്, നമ്മൾ വചനം വായിക്കണം, വചനത്താൽ സ്വാധീനിക്കപ്പെടാൻ ഇടയാകണം, വചനം ജീവിതത്തിൻ്റെ ഭാഗമാകണം. വചനം വായിക്കുക. നോയമ്പ് കാലം നമുക്ക് വചനം നന്നായി വായിക്കാനുള്ള അവസരമാണ്, ധ്യാനിക്കാനുള്ള അവസരമാണ്. സഭയുടെ പാരമ്പര്യത്തിൽ നമുക്കറിയാമല്ലോ, ലെക്സിയോ ദിവീന എന്ന് പറയും. അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ദൈവവചനത്തെക്കുറിച്ച് എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ക്രൈസ്തവൻ ലെക്സിയോ ദിവീന സഭയുടെ ഒരു വലിയ പാരമ്പര്യമാണ്, ദൈവികമായ ഒരു വായനാ രീതിയാണ് കൈക്കൊള്ളേണ്ടത്. വായിക്കണം, അത് വീണ്ടും വായിക്കേണ്ടി വരും, അത് മനസ്സിലാക്കണം, അതിനെപ്പറ്റി ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. ആക്ഷൻ. അപ്പോൾ നോക്കിക്കേ, 3-4 ഘടകങ്ങളുണ്ട്. റീഡിംഗ് ഉണ്ട്, മെഡിറ്റേഷനുണ്ട്, ആഴത്തിലേക്ക് അത് ഉൾക്കൊള്ളുകയാണ്, അതിനാൽ സ്വാധീനിക്കപ്പെടാൻ വിട്ടുകൊടുക്കുകയാണ്. പ്രേയറുണ്ട്, ആ വചനം ജീവിക്കാനുള്ള പ്രാർത്ഥനയാണ്, ജീവിതത്തിൽ പകർത്താനുള്ള പ്രാർത്ഥനയാണ്, അത് ജീവിതത്തിൽ നടപ്പാക്കുകയാണ്. ആക്ഷൻ, പ്രവൃത്തിയിൽ അത് പ്രകടമാകണം. പ്രത്യേകിച്ച് മാർപ്പാപ്പ പറഞ്ഞ വചനങ്ങളുടെ വെളിച്ചത്തിൽ പാവപ്പെട്ടവരോട്, ആവശ്യത്തിലിരിക്കുന്നവരോട് പ്രത്യേകമായി ശ്രദ്ധ കാണിക്കുന്ന തരത്തിൽ നമ്മൾ ജീവിക്കണം എന്നാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രസാദവരത്തിൻ്റെ സഹായത്താൽ പാപത്തിലും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള നമ്മുടെ ആന്തരികമായ പ്രതിജ്ഞാബദ്ധതയുടെ പ്രത്യക്ഷമായ അടയാളമായി ആചരിക്കുന്ന ഉപവാസം കൂടുതൽ സമചിത്തമായ ഒരു ജീവിത ശൈലി നേടിയെടുക്കാനുള്ള ലക്ഷ്യത്തിന് സഹായകമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതിന് സ്വയനിഗ്രഹത്തിൻ്റെ, ആത്മനിഗ്രഹത്തിൻ്റെ ഇതര രൂപങ്ങളും ഉൾക്കൊള്ളുമ്പോഴാണ് അത് സമ്പൂർണമായി തീരുന്നത്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. കാരണം മാർപ്പാപ്പ തന്നെ പറയുന്നു, ഓസ്റ്റെരിറ്റി, വലിയ താപസികത, ഒരു തീവ്രമായ വിരക്തി മാത്രമാണ് ക്രൈസ്തവ ജീവിതത്തെ ബലമുള്ളതും ആധികാരികവുമാക്കി തീർക്കുന്നത്. ഇന്ന് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, സുഖലോലുപതയും മദ്യപാനവും നമുക്കറിയാം, ഭൗതികതയും വല്ലാതെ മനുഷ്യനെ സ്പർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം നാശത്തിൻ്റെ വഴിയാണ്. ഈശോ പറഞ്ഞിട്ടുള്ളതാണത്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓസ്റ്റെരിറ്റിയുടെ, ഒരു താപസികതയുടെ വഴി തേടേണ്ടതുണ്ട്. അപ്പോൾ പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ, ഈ നോയമ്പ് കാലഘട്ടത്തിൽ നാം പോകേണ്ട വഴികളാണ്. പ്രസംഗം തീർന്നില്ല, ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് തുടർന്ന് അവതരിപ്പിക്കുന്നതാണ്. 3 കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് അടിവരയിട്ട് ഈ സന്ദേശത്തിൽ നോയമ്പ് കാലത്ത് പ്രത്യേകം പരിചിന്തനം ചെയ്യണമെന്നും അത് നോയമ്പ് കഴിഞ്ഞും നമ്മുടെ ജീവിതത്തെ നയിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വചന വായനയാണ്, വചന ശ്രവണമാണ്. വായനയേക്കാൾ കൂടുതൽ ശ്രവണമാണ്. ആധികാരികമായ ശ്രവണം നമുക്ക് ലിറ്റർജിയിലാണ്, വിശുദ്ധ കുർബാനയിലാണ്, കുദാശകളിലാണ് നൽകപ്പെടുന്നത്. അതിനെ ഗൗരവപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, ഉപവാസത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഉപവാസം നോയമ്പിൻ്റെ 3 ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥന, ഉപവാസം, സഹോദരങ്ങളോടുള്ള കരുതൽ, ദാനധർമ്മം എന്നൊക്കെ പറയുന്നത് അതാണ്. അത് 3 എണ്ണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതിനെ പറ്റിയാണ് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. ഉപവാസം, അതിൻ്റെ പല മാനങ്ങളിലേക്ക് പരിശുദ്ധ പിതാവ് നമ്മളെ കൊണ്ടുപോയി അതുവഴി നമ്മൾ സമഗ്രരായ ഒരു വ്യക്തിയായി, ബാലൻസ്ഡ് ആയിട്ടുള്ള സമതുലനത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി മാറാൻ ഇടയാക്കുന്ന കാര്യമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. മാർപ്പാപ്പ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കും. ഗൗരവപൂർവ്വം നമുക്കത് സ്വീകരിക്കാം. അനുഗ്രഹപ്രദമായൊരു നോയമ്പ് കാലം വീണ്ടും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.